നമസ്കാരം. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 564. ഓം ഗം ഗണപതയേ നമ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമ. ഓം ശ്രീ രംഗനാഥശർമ്മണേ നമ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 564, 54-ാം സർഗം ലീലാകാന്ഡത്തിൽ. അത് കാളിയ മർദ്ദനം. അതിൽ കഴിഞ്ഞ എപ്പിസോഡിൽ 20-ാമത്തെ ശ്ലോകമാണ് പറഞ്ഞു നിർത്തിയത്. അത് ആക്സിഡൻ്റലായിട്ട് കറണ്ടും ഇൻവെർട്ടറൊക്കെ പോയി അവതാളത്തിലായിട്ടാണ് നിർത്തിയത്. നിവൃത്തിയില്ലാണ്ട് നിർത്തി, സാരമില്ല. അപ്പോൾ ഏറെക്കുറെ ഒരു മാർക്കിംഗ് ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഏറെക്കുറെ ഞാൻ ഒരു കണക്ക് കൂട്ടല്ലേ 20-ാമത്തെ ശ്ലോകമാണ് പറഞ്ഞു നിർത്തിയതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നൃത്തം തുടങ്ങി രത്നങ്ങൾ തുടുപ്പേറും ഫണങ്ങളിൽ പൊൻചിലമ്പും കിലുക്കിക്കൊണ്ട് അമ്പാർന്ന് ആദികലാഗുരു. ആ ഒരു ശ്ലോകത്തിൻ്റെ ഒരു അർത്ഥവ്യാപ്തി. നൃത്തം തുടങ്ങി ഭഗവാൻ ഈ കാളിയൻ്റെ ഫണം ഒന്ന് താഴ്ത്തി ഒന്നിൽ കയറി. 1000 ഫണാണ്, മനസ്സിലായില്ലേ? അപ്പോൾ ഒന്നിൽ കയറി കൊച്ചു കാലം കൊണ്ട് നർത്തനം തുടങ്ങി. വാല് പിടിച്ചിട്ടുണ്ട്. കാരണം ഈ വാലുമ്പിലാണ് കൺട്രോൾ മുഴുവൻ. ഈ പാമ്പുകളെ നിയന്ത്രിക്കാൻ വാലാണ് ഉപയോഗിക്കുക. വാല് അതിൻ്റെ മർമ്മമാണ്, മനസ്സിലായില്ല? അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. അപ്പോൾ നൃത്തം തുടങ്ങി രത്നങ്ങൾ തുടുപ്പേറും ഫണങ്ങളിൽ. അതിൻ്റെ കാളിയൻ്റെ ഫണങ്ങളിലെ പത്തിയിലൊക്കെ നല്ല ഗംഭീരമായിട്ടുള്ള രത്നങ്ങളുണ്ട്. പൊൻചിലമ്പും കിലുക്കിക്കൊണ്ടമ്പാർന്ന് ആദികലാഗുരു. അതിൻ്റെ അർത്ഥം എന്താ പറയുക? ആദികലാഗുരു. ഈ നർത്തനം അല്ലെങ്കിൽ നൃത്തത്തിൻ്റെ ആദ്യ ഗുരു ആരാ? കലയുടെ ഗുരു ആരാ? ഭഗവാനാണ്. സർവജ്ഞ എന്ന് പറഞ്ഞാൽ പിന്നെ അതിൽ വേറെ ഒന്നും പറയില്ല. സർവജ്ഞ, സർവവ്യാപി എന്നർത്ഥം പറഞ്ഞാൽ എല്ലാ കലകൾക്കും അധിപനാണ് അദ്ദേഹം. പറഞ്ഞ വിഷയമില്ലേ? അതുകൊണ്ടാണ് ഇനി 11-ാം വയസ്സിൽ ഉപനയനാദി കർമ്മങ്ങളൊക്കെ ചെയ്ത് സാന്ദീപിനിയുടെ ആശ്രമത്തിൽ 64 കലകളെ 64 ദിവസം കൊണ്ട് പഠിച്ചതായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ആ ആദികലാഗുരു 21-ാമത്തെ ശ്ലോകം. കൊച്ചോടക്കുഴലും തൃക്കൈ താരിലേന്തി മനോഹരൻ. കൊച്ചോടക്കുഴലും, ചെറിയൊരു ഓടക്കുഴൽ, പ്രായത്തിനനുസരിച്ചല്ലേ പറ്റുള്ളൂ. കൊച്ചോടക്കുഴലും തൃക്കൈ താരിലേന്തി മനോഹരൻ. വിശ്വമോഹനമാം നൃത്തം കണ്ടു ഭിന്നവരെ വരും. സ്വർഗത്തിലുള്ള സ്വർഗവാസികൾക്ക്, ദേവന്മാർക്ക് വേറെ പണിയൊന്നുമില്ല. ഭഗവാന്റെ കൗശലങ്ങളെ കണ്ട് അപ്രീഷിയേറ്റ് ചെയ്യാം. അപ്പോൾ നിരന്നു വിണ്ണിൽ ഉത്സാഹം. ആകാശത്ത് ആകമാനം ഒരു തൃശ്ശൂർ പൂരം നടക്കണം, കൂടുതൽ ഉത്സാഹമാണ് എല്ലാവർക്കും. ഒന്ന് മാറി നിൽക്കും, ഞാനൊന്ന് കാണട്ടെ, മനസ്സിലായില്ലേ? ഇത് അങ്ങനെ മാറാനൊന്നും പറ്റില്ല. ഇത് കണ്ടില്ലെങ്കിൽ പിന്നെ എന്താ കാണുക? അത് അങ്ങനെയാ ചിലവരെ. അപ്പോൾ നിരന്നു വിണ്ണിൽ ഉത്സാഹം പൂണ്ടുടൻ ദേവമാമുനി. നാരദർക്ക് സഹിച്ചില്ല. നാരദർ മഹിതി എന്നുള്ള വീണ മീട്ടാൻ തുടങ്ങി, സ്തുതിഗീതങ്ങൾ പാടാൻ തുടങ്ങിയതാണ്. നാമസങ്കീർത്തനാലാപം തുടങ്ങി നിജ വീണയിൽ. സ്വന്തം വീണയിലെ സ്തുതി തുടങ്ങി ഭഗവാനെ. ആലാപനം തുടങ്ങി തന്നെയാണ് പറഞ്ഞത്. ആട്ടിത്തുടങ്ങിനാൻ മൂർധാവ് അണിചന്ദ്രകലാധരൻ. ആട്ടിത്തുടങ്ങിനാൻ, ഇളക്കി തുടങ്ങി. ആട്ടിത്തുടങ്ങിനാൻ മൂർധാവ് അണിചന്ദ്രകലാധരൻ. ചന്ദ്രകലാധരൻ ശിവൻ എന്നൊരർത്ഥം പറയണം. സ്വാധ്യായം നിർത്തിവേഗത്തിൽ മുമ്പേ വന്നെത്തിനാൻ നാൻമുഖൻ. അപ്പോൾ ശിവനും ബ്രഹ്മാവൊക്കെ എത്തി. ബ്രഹ്മാവ് എന്താ? സ്വാധ്യായം നിർത്തി, എന്തോ വേദം പഠിച്ചുകൊണ്ടിരിക്കുക അദ്ദേഹം. അതൊക്കെ നിർത്തി മുമ്പിൽ വന്നെത്തിനാൻ നാൻമുഖൻ. മുട്ടിത്തുടങ്ങി ദേവേന്ദ്രൻ.
നർത്തനത്തിനടുത്ത് അനുസരിച്ച് മുട്ടിത്തുടങ്ങി ദേവേന്ദ്രൻ മൃദംഗത്തിൻ്റെ നെറ്റിയിൽ, ഗന്ധർവന്മാർ പാട്ടുപാടി സിദ്ധന്മാർ മീട്ടി തമ്പുരു, ആനന്ദത്താൽ മതിമറന്ന് അറിവിലേതും ഉർവശി, ആനന്ദത്താൽ മതിമറന്ന് അറിവിലേതും ഉർവശി, ഉടുവസ്ത്രം കിഴിവതോ വാർകുന്തള്ളം അഴിഞ്ഞതോ, ഉടുവസ്ത്രം വീണുപോയോ തലമുടി കെട്ട് വെച്ചത് പിന്നെ വീണു എന്നൊന്നും ഉർവശിക്ക് അറിയില്ല. അത്രയും മനോഹരമായിട്ട് കൃഷ്ണൻ്റെ നർത്തനത്തിൻ്റെ താളത്തിനനുസരിച്ച് ദേവലോകത്ത് ഉർവശി നാട്യം തുടങ്ങിയെന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. കാളിയൻ്റെ ഫണത്തിന്മേലത്രേ കമലലോചനൻ കളിപ്പതെന്ന കഥയെ മറന്ന ഗോപഗോപികൾ. ഈ ഭഗവാന്റെ കാളിയമർദ്ദനം എന്നുള്ള നർത്തനം കണ്ടപ്പോൾ ഈ സ്റ്റേജ് ഏതാണെന്നുള്ളത് ഗോപസ്ത്രീകളും ഗോപന്മാരും മറന്നു ആസ്വദിക്കാൻ തുടങ്ങിയതാണ്. ശ്രദ്ധിക്കണം, അത് ആരുടെ കഴിവാ? ഭഗവാന്റെ നർത്തനത്തിൻ്റെ സൗകുമാരിയാണത്. അപ്പോൾ കാളിയൻ്റെ വനത്തിന്മേലത്രേ കമലലോചനൻ കളിപ്പതെന്ന കഥയെ മറന്ന ആ ഗോപഗോപികൾ തൊഴുകൈ പൂണ്ടുതാൻ നോക്കി നിൽക്കുന്നു ദിവ്യ നർത്തനം. ഇത് ഇങ്ങനൊരു ഡിവൈൻ നർത്തനം അവർ കണ്ടിട്ടില്ല. അതാണ് പറഞ്ഞത്. തൊഴുകൈ പൂണ്ടുതാൻ നോക്കി നിൽക്കുന്നു ദിവ്യ നർത്തനം, പൊങ്ങുന്ന ഫണം ചവിട്ടി താഴ്ത്തി അങ്ങനെ. 1000 ഫണത്തിൽ ഏതേത് പൊങ്ങണു അതിലേക്ക് ചാടും, അതിനെ താഴ്ത്തും. ഈ പിയാനോ എങ്ങനെയാ? അതേപോലെ പിയാനോയുടെ എന്താ പറയുക, കട്ടയൊക്കെ ഒരേ ഇതിലാണ്, പക്ഷെ അത് അമർത്തുമ്പോഴാണ് ശബ്ദം അല്ലേ? അതേപോലെ തന്നെ അനുഗ്രഹിച്ചു സർപ്പത്തെ അരവിന്ദലോചനൻ. അനുഗ്രഹിച്ചു, മതം പോയി. ആരുടെ? ചോര കക്കി തുടങ്ങി. അപ്പോൾ അഹങ്കാരം തീർന്നു. അനുഗ്രഹിച്ചു സർപ്പത്തെ അരവിന്ദലോചനൻ, മൂർധാവിൽ നിന്നു വെള്ളത്തിൽ തല്ലി താഴോട്ട് വീഴ്ത്തുവാൻ പൊങ്ങിച്ചവാൽ കടന്നു പിടി പോലെ പിടിച്ചുടൻ. അപ്പോൾ മൂർധാവിൽ നിന്ന് വെള്ളത്തിൽ തല്ലി താഴോട്ട് വീഴ്ത്തുവാൻ ശ്രമിച്ചു. ആരെ? കാളിയൻ. പറ്റുമോ? ഇല്ല. പൊങ്ങിച്ചവാൽ കടന്ന് ഊന്നുപടി പോലെ പിടിച്ചുടൻ പൊൻകിങ്ങിണി കിഴിഞ്ഞീടെ തൃക്കൈ വളകിലുങ്ങവേ. കയ്യിലുള്ള വളകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആടുന്നുണ്ട്. ഈ നർത്തനത്തിന് അനുസരിച്ച് അരയിലുള്ള കിങ്ങിണി അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകുന്നുണ്ട്. മണിപ്പതക്കം മിന്നീടെ പീലിവാർ കുഴൽ ചിന്നവേ ഒക്കെ ഇളകുന്നുണ്ട്. മണിപ്പതക്കം മിന്നീടെ പീലിവാർ കുഴൽ ചിന്നവേ, പുത്തൻ പീതാംബരപ്പെട്ടു കാറ്റിൽ പാറി കളിക്കവേ. അന്ന് പുത്തൻ പട്ടാണ് ഉടുത്തിട്ടുള്ളത് അദ്ദേഹം. പുത്തൻ പീതാംബരപ്പെട്ടു കാറ്റിൽ പാറി കളിക്കവേ, കുടുക്കടുക്കൻ കാതിലെ കുടുക്കടുക്കൻ കുടുങ്ങിക്കിടക്കണത് എന്നർത്ഥം. എന്താ ഇതേമാതിരി. ഇത് ചെറുതാണ്, അദ്ദേഹത്തിൻ്റെ കാര്യം നമ്മൾ പറയാമല്ലോ. അത് ഒന്ന് പോയി. 2015 ഒറ്റപ്പാലം അടുത്ത് അമ്പലപ്പാറ തിമലയിൽ ശിവക്ഷേത്രത്തിൽ ഞാനൊരു സപ്താഹത്തിന് ആചാര്യനായിട്ട് പോയി. വ്യക്തിപരമായിട്ട് എനിക്ക് എന്താണെന്ന് പറയുക, സപ്താഹത്തിനെ പറ്റി എനിക്കൊന്നും പറയാനില്ല. കാരണം എന്താ വിചാരിച്ചാൽ അവിടുത്തെ വായനയും ഒക്കെ ഒരു 2ാം തരമായിരുന്നു. അതെന്തോ ആവട്ടെ. പക്ഷെ അന്ന് ഒരു പൂജകൻ, ഒരു ബ്രാഹ്മണനാണ്, തമിഴ് ബ്രാഹ്മണൻ. അദ്ദേഹം ഞാനായിട്ട് പറഞ്ഞു, അങ്ങക്ക് കടുക്കനിട്ടാൽ നന്നാവുമെന്ന് പറഞ്ഞു എൻ്റെ അടുത്ത്. എൻ്റെ ഭാര്യയും കൂടിയും പറഞ്ഞിട്ടില്ല. എന്നാ ശരി. അപ്പോൾ പറഞ്ഞു, ഇപ്പോൾ 15 മിനിറ്റിൽ ഞാൻ വിളിച്ചാൽ ഒരാൾ വരും പറഞ്ഞു. ഓ വന്നോട്ടെ. സ്റ്റേജിൻ്റെ പിന്നിൽ പോയിട്ട് ടക്ക് ടക്ക് അടിച്ചു. കുറച്ച് വേദനിച്ചു ചോദിച്ചാൽ വേദനിച്ചു. അത് വലിയൊരു അനുഭവം. അപ്പോൾ 9 കൊല്ലമായി. അപ്പോൾ ഒന്ന് ഊരിപ്പോയി, അറിയില്ല ഇവിടെ പോയതെന്നുള്ളത്. അപ്പോൾ ഒന്നുണ്ട്, ഇരിക്കട്ടെ. അപ്പോൾ ഇതിൻ്റെ പേരെന്താ? കുടുക്കടുക്കണ്ണാണ്. കുടുക്കടുക്കൻ ഗണ്ഡശ്രീ മുകർനാടി തിളങ്ങവേ, മന്ദസ്മിതച്ചേലിൽ മുങ്ങി വിശ്വമാകെ മയങ്ങവേ. ഈ ലോകം മുഴുവൻ ഭഗവാന്റെ
വിശ്വമോഹനമായ മന്ദസ്മിതത്തിൽ മുങ്ങി. ആർക്കും ഒന്നും അറിയില്ല. ഈ നർത്തനം മാത്രമേ അറിയുള്ളൂ. വിചിത്ര നർത്തനം ഇതുവരെ ഒരാളും കണ്ടിട്ടില്ല. വിചിത്ര നർത്തനം ചെയ്തു വിളയാടി മഹാപ്രഭു തളർന്ന മതമൊട്ടാകെ മാഞ്ഞെങ്കിലും മാഹേന്ദ്രനെ പിന്നെയും ചീറ്റിപ്പോക്കും പത്തികളൊക്കെയും വേണ്ടത്ര താഴ്ത്തുവാൻ നന്നായി പഠിപ്പിച്ചു ജഗൽ ഗുരു. ഒരു ക്ലാസ് എടുത്തു. എന്താ? ചവിട്ടി താഴ്ത്തി ചവിട്ടി മെതിച്ചു. 1000 ഫണങ്ങളിൽ ചവിട്ടി താഴ്ത്തി മതിച്ച് ചോരൊക്കെ കക്കി ഒരു പരുവത്തിലാക്കി കൊടുത്തു. എങ്ങനെയാണ് അഹങ്കാരം മാറ്റേണ്ടത് എന്നുള്ളത് ഇപ്പോൾ എത്രയോ ആൾക്കാർ സപ്താഹത്തിൽ കാളിയമർദ്ദനം പറയുന്നുണ്ട്. ആൾക്കാരുടെ മതത്തിന് എവിടെയൊക്കെ പറയണവരുടെയും വായിക്കണവരുടെയും കേൾക്കണവരുടെയും മതത്തിനൊന്നും ഒരു വ്യത്യാസവും തോന്നണില്ല. അപ്പോൾ ഇത് സാക്ഷ്യം വഹിക്കണം നമ്മൾ. ഞാനും അവിടെ ഉണ്ടായിരുന്നു. പരമാത്മ ചൈതന്യം എന്നിലും ഉള്ളത് കൊണ്ട് ഞാനും അവിടെ ഉണ്ടായിരുന്നു എന്നാണ് ബോധിപ്പിച്ചാൽ മതി. അപ്പോൾ നമ്മൾക്ക് അതെന്താവില്ല, അത് നമ്മുടെയും കൂടി ഒരു അനുഭവമാവും, നമ്മളും കൂടി ഒരു സാക്ഷിയാവും. കാളിയൻ്റെ മാത്രമല്ല, നമ്മളെപ്പോലെ അല്പബുദ്ധികളുടെ അഹങ്കാരം കൂടി ഇല്ലാതെ കണ്ടാക്കുന്നതാണ് ആ നർത്തനം. അതിന് ഇടവരുത്തരുതേ ഭഗവാനെ. ഭക്തിസാന്ദ്രമായ അവസ്ഥയിൽ അങ്ങയുടെ തിരുവാദപത്മത്തിൽ ലയിക്കാൻ സാധിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്ന വേണം. പിന്നെയും ചീറ്റിപ്പോക്കും പത്തികളൊക്കെയും വേണ്ടത്ര താഴ്ത്തുവാൻ നന്നായി പഠിപ്പിച്ചു ജഗൽ ഗുരു. ദിവ്യനൃത്തങ്ങൾ പലതും ചെയ്തു തൻ ഫണമാകവേ അലങ്കരിച്ചാൻ അമ്പാടി മണിപ്പൈതൽ. മഹീശ്വരൻ അവിടെ മഹി എന്ന് പറഞ്ഞാൽ ഭൂമി എന്നർത്ഥം, ഭൂമിയുടെ ഈശ്വരൻ. വിഷമാകെ വമിച്ച് ഓർത്താൻ ഉൾപ്പൂവിൽ അതിഭാഗ്യവാൻ. ആരതിഭാഗ്യവാൻ? സാക്ഷാൽ കാളിയൻ അതിഭാഗ്യവാൻ. ഭഗവാന്റെ പാദമുദ്രകളല്ലേ തൻ്റെ 1000 ഫണങ്ങളിലും പതിഞ്ഞിട്ടുള്ളത്. വിഷമാകെ വമിച്ച് ഓർത്താൻ ഉൾപ്പൂവിൽ അതിഭാഗ്യവാൻ. എത്രയോ കേൾക്കലും ഞാൻ ഈ മഹാപ്രഭുവിനെ സ്വയം പൊങ്ങും ദുരഭിമാനത്താൽ ഏതും ഓർത്തില്ല ഇതേവരെ. ഞാൻ ഈ മഹാപ്രഭുവിനെ, ഏത് മഹാപ്രഭുവിനെ? ലോകൈക ഗുരുവായിരിക്കുന്ന ശ്രീകൃഷ്ണ പരമാത്മാവിനെ അല്ലെങ്കിൽ മഹാവിഷ്ണുവിനെ ഞാൻ ധ്യാനിച്ചില്ല. അത് വലിയൊരു അപരാധമായി പോയി എന്ന് അദ്ദേഹം മനസ്സിലാക്കി. അതാണ് നമ്മുടെ ഈ ഭഗവാൻ നമ്മൾക്ക് തരുന്ന ദുരവസ്ഥകളുടെ ഉദ്ദേശം. എന്താ? നമ്മളെ ഒന്ന് എന്താ പറയുക, പരിപക്വതപ്പെടുത്തി അല്ലേ, ഈ പൊറാട്ട മാവ് അടിച്ച് പതിപ്പിക്കണ കൂടുതൽ നമ്മളെ അഹങ്കാരം ഇല്ലാതെ കൊണ്ടാക്കുകയാണ് ചെയ്യണത്. അപ്പോൾ വർത്തമാനകാലത്ത് വരുന്ന പ്രശ്നങ്ങളെ ഈശ്വരൻ്റെ വരദാനങ്ങളായി മനസ്സിലാക്കി അതിനെ ചോദ്യം ചെയ്യാതെ കണ്ട് ഇങ്ങനൊരു സാഹചര്യം മേലിൽ വരാതിരിക്കാൻ ഭഗവാന്റെ കൃപാകടാക്ഷം ഉണ്ടാവണേ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. അതുകൊണ്ടാണ് പറഞ്ഞത്, വിഷമാകെ വമിച്ചോർത്താൻ ഉൾപ്പൂവിൽ അതിഭാഗ്യവാൻ. എത്രയോ കേൾക്കിലും ഞാൻ ഈ മഹാപ്രഭുവിനെ സ്വയം പൊങ്ങും ദുരഭിമാനത്താൽ ഏതും ഓർത്തില്ല ഇതേവരെ. ഇനിമേലെന്നും ഈ ഉണ്ണിക്കടൽ താരടിയേ ഗതി. ഈ കുട്ടിയുടെ പരിപാവനമായ 2 കാലുകളുണ്ടല്ലോ, തൃപ്പാദങ്ങൾ, അത് മാത്രം എനിക്ക് ശരണം. അപ്പോൾ ഇനിമേൽ എന്നും ഈ ഉണ്ണിക്കടൽ അടിയേ ഗതി. തെറ്റാർ നീടുകിൽ ഈ വണ്ണം തലതാഴ്ത്തേണമേവനും. ഈ ഗുണപാഠം നമ്മൾ പഠിക്കണം. ഈ ഗുണപാഠം പഠിച്ചിട്ടില്ലെങ്കിൽ ഒന്നും നടക്കില്ല. തെറ്റാർ നീടുകിൽ ഈ വണ്ണം തലതാഴ്ത്തേണം ഏവനും. അതൊന്നേ വേണ്ടു നാഥന് തിരുവുള്ളം തെളിഞ്ഞിടാൻ. ഭഗവാന്റെ കൃപ ഉണ്ടാവാൻ എന്ത് ചെയ്താൽ മതി? ഭഗവാന്റെ മുമ്പിൽ ഭഗവാനെ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് തല താഴ്ത്തുക, അഞ്ജലീബന്ധം ചെയ്യുക. 2 കൈയും ശിരസിന് മീതെ, ആണായാലും ശരി പെണ്ണായാലും ശരി. ആരെന്ത് കണ്ടാലും എനിക്ക് യാതൊരു പ്രശ്നവുമില്ല. എനിക്ക് ദുരഭിമാനമില്ല, ആത്മാഭിമാനമുള്ളൂ. അതായത് ഭഗവാനല്ലാതെ കണ്ട് എന്നെ രക്ഷിക്കാൻ ഒരാളും ഇല്ല എന്ന് പുരുഷനും സ്ത്രീയും ഭാര്യയും ഭർത്താവും ഒരേ സ്വരത്തിൽ പ്രാർത്ഥിച്ചു വിചാരിക്കുക, 2 ആളും രക്ഷപ്പെടും.
അതുകൊണ്ട് തളർന്ന് ഈ വിധം മൂർത്തിയിടും കാന്തനിൽ കനിവർന്നിടാൻ തൻ കിടാങ്ങളെ മുൻനിർത്തി യാചിച്ചാറാഹി പത്നികൾ. ബഹുഭാര്യത്വമാണ് അദ്ദേഹത്തിന്, കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ എല്ലാവരും തൻ്റെ കുട്ടികളൊക്കെ പാടെ കൂടി വലിയൊരു ജാഥ നയിച്ചു എന്നാണ്. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ ഗോവിന്ദ കേശവ ഗോവിന്ദ കേശവ ഗോവിന്ദ കേശവ അനന്ത പത്മനാഭ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അവരെല്ലാവരും ഭഗവാനെ അഞ്ജലിബന്ധം ചെയ്ത് കുമ്പിട്ട് നമസ്കരിക്കാൻ തുടങ്ങിയെന്നാണ് പറഞ്ഞത്. തൻ കിടാങ്ങളെ മുൻനിർത്തി യാചിച്ചാർ ഹൈപത്നികൾ. എന്ത് തെറ്റ് ചെയ്താലും അവന് ശിക്ഷ കൊടുത്തത് നന്നായി, ഇനി അവൻ്റെ ജീവൻ എടുക്കരുതേ, ഞങ്ങളെ സുമംഗലികളാക്കി നിർത്തണേ എന്ന് ഒരേ സ്വരത്തിൽ നാഗപത്നിമാർ പറഞ്ഞു. വിഷമാകെ അകന്നു ഈ വണ്ണം ഉള്ളം വിലസീടും കണവനരും ഫണത്തിൽ വിളയാടും ഉദാരനോടോ അണഞ്ഞ് ഈ വിധം മാസാദികൾ ഓതി മന്ദമന്ദം അവിടെ ആ മന്ദമന്ദം ഓരോരുത്തരും ഭഗവാനെ സ്തുതിക്കാൻ തുടങ്ങി. ഇത് ശ്രീകൃഷ്ണ കഥാമൃതേ കലികൽമഷനാശനേ ലീലാകാണ്ഡേ ചതുപഞ്ചാശ സർഗ സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഉടനെ 55ാം സർഗം നാഗപത്നി സ്തുതി. അതിഗംഭീരമായിട്ടുള്ള സ്തുതിയാണ്, കേട്ടോളൂ. കേക്ക് തന്നെ വേറെ നിർത്തില്ല. സദാ സേവ്യ കുറ്റം ചെയ്വോരിൽ ഈ വണ്ണം ശിക്ഷ ചെയ്വത് യുക്തമാം. അവർ പറയണേ, അവിടെയാണ് എൻ്റെ ഭർത്താവ് കളങ്കമില്ലാത്തവനാന്നല്ല പറഞ്ഞത്. എൻ്റെ ഭർത്താവ് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ശിക്ഷിച്ചോളൂ ഭഗവാനെ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ ഒരു ഗുണപാഠമുണ്ട്. നമ്മൾ അച്ഛൻ അമ്മ ആരാണെങ്കിലും സഹോദരന്മാർ ആരാണെങ്കിലും തെറ്റ് ചെയ്തവർക്ക് ശിക്ഷ കിട്ടണം എന്ന് പറഞ്ഞാൽ രാഷ്ട്രബോധമായി. അതാണ് ഇന്ന് അശാസ്ത്രീയമായ രാഷ്ട്രബോധമില്ലായ്മയാണ് നമ്മളുടെ പ്രശ്നം. എല്ലാ സ്ഥലത്തിലും ഭീകരവാദങ്ങളൊക്കെ ഉണ്ടാവാൻ കാരണം എന്താ? ശാസ്ത്രബോധമില്ല. കോടിക്കണക്കിന് രൂപ നമ്മൾ ഗവൺമെൻറ്റിൻ്റെ നശിപ്പിച്ചാൽ അത് ആരുടെ നഷ്ടമാണ്? ഒന്നും അറിയാത്ത സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ ഗവൺമെൻറ്റിനെതിരായിട്ട് എവിടെ ആയിക്കോട്ടെ, വെദർ ഇൻ ഇന്ത്യ ഓർ അബ്രോഡ്, ഇപ്പോൾ ബ്രിട്ടനിലായിക്കോട്ടെ, അല്ലെങ്കിൽ പിന്നെ ഈസ്റ്റ് ബംഗാൾ, അതല്ലെങ്കിൽ എന്താ പറയുക ബംഗ്ലാദേശിലായിക്കോട്ടെ, അതിൻ്റെ ഒരു ഭീകരാവസ്ഥ നമ്മൾ മനസ്സിലാക്കണം എപ്പോഴും. അതുകൊണ്ടാണ് കുറ്റം ചെയ്വോരിൽ ഈ വണ്ണം ശിക്ഷ ചെയ്വത് യുക്തമാം. കിടാങ്ങളെ, പ്രജകളെ, ശിഷ്യന്മാരെ, സ്വഭൃത്യരെ, ജനകൻ, നൃപൻ, ആചാര്യൻ, പ്രഭുവെന്നിവരേവരും ശാസിക്കേണം യഥായോഗ്യം അവർക്ക് ഹിതകാംക്ഷികൾ. ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഞാനിത് മനസ്സിലാക്കിയ കാരണമാണ് പറഞ്ഞത്. ആചാര്യസ്ഥാനത്തിരിക്കുന്നവർക്ക് വലിയൊരു ഉത്തരവാദിത്വമുണ്ട്. എന്താ? സംഗതികളെ കൊഴുപ്പിക്കാതെ കണ്ട്, ശോഷിപ്പിക്കാതെ കണ്ട് യഥാവിധി പറഞ്ഞ് മനസ്സിലാക്കുക. അതിനെ നമ്മൾ കൊഴുപ്പിക്കേണ്ട ആവശ്യമില്ല, മസാല ചേർക്കേണ്ട ആവശ്യമില്ല, ശോഷിപ്പിക്കുകയും ചെയ്ത് ആസ് ഇറ്റ് ഈസ് പറയണം. അതാണ് ആചാര്യധർമ്മം. സുഖദുഃഖങ്ങളാകുന്ന ശീതോഷ്ണങ്ങളാകുന്ന സുഖദുഃഖങ്ങളെ തരണം ചെയ്യാൻ സാധിക്കുന്നവനാണ് ആചാര്യൻ. അപ്പോൾ ഒരു പറ്റം വിശ്വാസികളെ കുറച്ച് നേരത്തിന് തെറ്റിദ്ധരിപ്പിച്ച് ആ പൂജ ചെയ്താൽ ഈ പൂജ ചെയ്താൽ എല്ലാം ശരിയാവെന്ന് പറയരുത്. കർമ്മഫലമാണ് നമ്മൾ അനുഭവിക്കണതെന്നും സത്കർമ്മനിരതന്മാരായിട്ട് ഇരുന്നാൽ യാതൊരു പ്രശ്നവുമില്ല നമുക്ക് ജീവിതത്തിൽ. ദർ ഇസ് നോ ഷോർട്ട് കട്ട്. ഒന്നിലും വ്യാകുല ചിന്തയോടുകൂടി നമ്മൾ ഭഗവാനെ ഭജിച്ചിട്ട് എന്താ കാര്യം? ഭജന ഇരുന്നിട്ട് എന്താ കാര്യം? അപ്പോൾ ഭഗവാനെ ഭജിക്കാന്ന് പറഞ്ഞാൽ സഹജീവികളെ ഭജിച്ചാൽ മതി. അച്ഛനമ്മമാരെ ദ്വേഷപ്പെടുന്നവൻ ഗുരുവായൂരമ്പലത്തിൽ പോയി 11 101 ദിവസം ഭജന ഇരുന്നിട്ട് ഒരു കാര്യമില്ല. കൺകണ്ട ദൈവമാണ് അമ്മ, അച്ഛൻ, ആചാര്യൻ. ആ ബോധം വേണം. അപ്പോൾ
ജനകൻ, നൃപൻ, ആചാര്യൻ, പ്രഭു എന്നിവരെ വരും ശാസിക്കണം. അച്ഛൻ ശാസിക്കണം കുട്ടികളേനെ, രാജാവ്, ആചാര്യൻ, പ്രഭുവെന്നിവരെ വരെയും, ആൾ പ്രഭു ആയിക്കോട്ടെ, തെറ്റ് ചെയ്താൽ പറയണം. ശാസിക്കണം യഥായോഗ്യം, അവർക്ക് ഹിതകാംക്ഷികൾ, അവർ നന്നാവണം എന്നുള്ള ബോധം നമുക്ക് വേണം. ആരും മോശമാവാൻ പാടില്ല. മൃദത്വം എന്തിയോ മറ്റോ ശിക്ഷയ്ക്ക് ഇളവ് ചെയ്യുകിൽ, ശ്രദ്ധിക്കണം. മൃദത്വം എന്തിയോ മറ്റോ ശിക്ഷയ്ക്ക് ഇളവ് ചെയ്യുകിൽ, ഖലൻ മതിച്ചിടും മണ്ണിൽ ദൗഷ്ട്യം പെരുകും ആവിധം. തെറ്റുകൾ കുമിഞ്ഞുകൂടും. ആർക്കാ നഷ്ടം? രാഷ്ട്രത്തിനാണ് നഷ്ടം. ദുഃഖം വളർത്തും ദുഷ്ടത്വം, ഇത് പഠിക്കണ്ടേ സ്കൂളിൽ? 8, 10, 12 വയസ്സിൽ ഇതല്ലേ പഠിക്കേണ്ടത്? ഇപ്പോൾ ഇന്നലെ ഞാൻ ഏതൊരു കോളേജിൽ വടിവാൾ കണ്ട് കെട്ടിയെന്നാണ് ചോദ്യം ചെയ്തു. അപ്പോൾ ഒരു പറ്റം കൈ ചൂണ്ടിയിട്ട് പ്രിൻസിപ്പാളിനോട് നിങ്ങൾ ഇതിന് ദുഃഖിക്കുന്നു. ഐ ഷോക്ക്ഡ്. ആ കുട്ടികളൊക്കെ എൻജിനീയറിങ്ങും MBBS പഠിക്കുന്നതിന് പകരം ഈ ശ്ലോകങ്ങൾ പഠിക്കണം, ഭാഗവതം പഠിക്കണവരെ. ദുഃഖം വളർത്തും ദുഷ്ടത്വം പോക്കുവാൻ ഈ വിധം ഭവാൻ, ശിക്ഷിപ്പതാരെയും ശത്രുഭാവം കണ്ടല്ല ഒരിക്കലും. ആ കുട്ടികളെ ശത്രുഭാവം കാണണമെന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം. അവരെൻ്റെ ശത്രുക്കളല്ല, അവരൊക്കെ എൻ്റെ പേരക്കുട്ടികളാണ്. അപ്പോൾ അവരെ ശാസ്ത്രീയമായി പഠിപ്പിക്കണം. മലയാളം പഠിപ്പിക്കുമ്പോൾ ഇതൊക്കെ പഠിപ്പിക്കണം. പക്ഷെ മലയാളം പഠിച്ചില്ലെങ്കിൽ ഇംഗ്ലീഷിൽ ഇതിൻ്റെ ട്രാൻസ്ലേഷൻ ഉണ്ട്. പഠിപ്പിക്കണം. അപ്പോൾ ദുഃഖം വളർത്തും ദുഷ്ടത്വം, അച്ഛനമ്മമാർ അറിയേണ്ട കാര്യമില്ലത്. പോക്കുവാൻ ഈ വിധം ഭവാൻ, ശിക്ഷിപ്പതാരെയും ശത്രുഭാവം കൊണ്ടല്ല ഒരിക്കലും. ദുഷ്ടനിഗ്രഹ ശിഷ്ടാനുഗ്രഹം എന്നിവ ചെയ്യുവാൻ. ദുഷ്ടനിഗ്രഹം ശിഷ്ടാനുഗ്രഹം, ശിക്ഷിച്ച് വളർത്തേണ്ടവരെയാണ്. ദുഷ്ടനിഗ്രഹം ശിക്ഷിച്ച് വളർത്തുന്നതിൻ്റെ ഒരു ഭാഗമാണ്. ചൊല്ലിക്കൊടു, തല്ലിക്കൊടു, തള്ളിക്കൊടു എന്നാ. ചൊല്ലിക്കൊടുക്കുക ആദ്യം, പിന്നെ ഒന്ന് തല്ലിക്കൊടുക്കണം. പറ്റിയില്ലേ? ഒഴിവാക്കാതെ വന്നാൽ കൊടും ക്രൂരനായിട്ട് വിടാനല്ല പറഞ്ഞത്. അവനെ ശിക്ഷിക്കണം, ജയിലിൽ ഇരിക്കണം എന്നാണ് പറഞ്ഞത്. അവിടെ രാഷ്ട്രബോധം അല്ല, പിന്നെ രാഷ്ട്രീയം നോക്കരുത്. അപ്പോൾ ദുഷ്ടനിഗ്രഹ ശിഷ്ടാനുഗ്രഹം എന്നിവ ചെയ്യുവാൻ പാർത്തട്ടിൽ അവതാരം നീ ചെയ്യുന്നു പലമാതിരി. അപ്പോൾ ഭഗവാന്റെ അവതാരങ്ങൾ എന്തിനാ? നമുക്ക് ലഡ്ഡു വിതരണം ചെയ്യാനും മുറുക്ക് വീട്ടിൽ കൊണ്ടുപോകാനും അല്ല. നമ്മൾ തെറ്റ് ചെയ്താൽ നമ്മളും ശിക്ഷിക്കപ്പെടും എന്നുള്ളൊരു ബോധം ഇൻകൾക്കേറ്റ് ചെയ്യിക്കാൻ ആചാര്യന് അവകാശമുണ്ട്. അതിന് ആചാര്യൻ എന്ത് പറയണം? ദൈവത്തിനെ, ഈശ്വരനെ അനുമോദിക്കൂ, ഈശ്വരനെ അനുകരിക്കരുത് എന്ന് പറയണം. അത് പറഞ്ഞുകൊണ്ട് നമ്മളെ വിളിച്ചിട്ടില്ലെങ്കിൽ വേണ്ട. ഭാഗവതത്തിനോട് മര്യാദ പുലർത്തണം നമ്മൾ. വേണ്ടേ? കാശ് സമ്പാദിക്കാനോ ദിവസങ്ങൾ തള്ളി നീക്കാനോ ഒരു ഉപാധിയാക്കിയിട്ട് ഇതിനെടുക്കരുത്. നമുക്ക് ശിക്ഷ കിട്ടും. അതുകൊണ്ടാണ് ഞാൻ പറയാൻ കാരണം. ഞാനിപ്പോഴും മനസ്സിൽ 2001 സപ്താഹത്തിന് ഇരിക്കണതിൻ്റെ മുമ്പേ എൻ്റെ ഗുരുനാഥൻ, പിന്നെ നാരായണീയ കർത്താവായിട്ടുള്ള ഈശ്വരയ്യർ, അവരുടെ പിറന്നാൾ ഗംഭീരമായിട്ട് കഴിച്ചു, അന്നദാനം ഗംഭീരമായിട്ട് കഴിച്ചു. എൻ്റെ കയ്യിൽ കാശുണ്ടായിട്ടല്ല, പക്ഷേ അതിനെ തെറ്റിദ്ധരിച്ചു ഒരുപാട് ആൾക്കാർ. ഒഫീഷ്യൽ ലെറ്റർ കൊടുത്തില്ല, വിളിച്ചില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കമ്മിറ്റിക്കാരും ഊണ് കഴിക്കാൻ വന്നില്ല. അതാണ് പാത്രാനുഭൂതി ഇല്ലാത്തവർ കമ്മിറ്റിയിൽ വരരുത്. ഒരു ഭക്തൻ ആ ക്ഷേത്രത്തിൽ ആചാര്യസ്ഥാനം വഹിക്കാൻ പോണു എന്നറിഞ്ഞ് ആ ആചാര്യൻ്റെ ഗുരുക്കന്മാരെ മാനിക്കുന്ന പിറന്നാളുകൾക്ക് അവർക്ക് പ്രത്യേകം ക്ഷണമില്ല എന്ന് പറഞ്ഞാൽ അതെനിക്ക് നീതീകരിക്കാൻ പറ്റില്ല. എന്തോട്ടെ, ഞാൻ എൻ്റെ മനസ്സിലുള്ള അവിടെ കിടക്കേണ്ട ഒരു പക പാടില്ല. അപ്പം പറഞ്ഞു തീർത്താൽ ഈ എന്താണ് പറയുക, ഈ കാളിയൻ്റെ വിഷം എങ്ങനെ ചീറ്റിപ്പോയി, അങ്ങനെ അവരുടെ ആ ഒരു അന്തമില്ലായ്മ
ഭഗവാൻ കളഞ്ഞു കൊടുക്കണേ, അവർക്ക് സദ്ഗതി കൊടുക്കണേ എന്നുള്ളൊരു പ്രാർത്ഥനയാണ് ഈ അനുസ്മരണത്തിൽ. അതുകൊണ്ടാണ് പറഞ്ഞത്, ഇദ്ദേഹത്തിന് മൂർഖത്വം പോക്കും തൃക്കാൽ ചവിട്ടുകൾ ദണ്ഡമല്ല മഹാഭാഗ്യം കൊണ്ടണഞ്ഞൊരനുഗ്രഹം. കാലുകൊണ്ട് എൻ്റെ ഫണങ്ങളെ, ഇദ്ദേഹത്തിൻ്റെ ഫണങ്ങളെ ചവിട്ടി താഴ്ത്തിയിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹത്തിന് മൂർഖത്വം പോക്കും തൃക്കാൽ ചവിട്ടുകൾ. ഓരോ ചവിട്ട് കൊള്ളുമ്പോഴും ആ കാളിയൻ്റെ മൂർഖത്വം പോവാണ്. അപ്പോൾ നമ്മളെ ശിക്ഷിക്കുമ്പോൾ, നമ്മൾക്ക് സങ്കടങ്ങൾ തരുമ്പോൾ ഭഗവാന്റെ ഉദ്ദേശം എന്താ? നമ്മുടെ ദുഃഖത്തെ അദ്ദേഹം കളയാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് മനസ്സിലാക്കാണ്ട് ഇത് കേട്ടിട്ട് എന്താ കാര്യം? അതാ ഈ ഒരു സൂത്രം കുന്തിദേവിക്ക് മനസ്സിലാവുകാരനാണ് ഭാഗവതം ദ്വിതീയ സ്കന്ധത്തിൽ പറയുന്നുണ്ട്, കൃഷ്ണ അങ്ങ് അനവരതം ദുഃഖത്തെ തരൂ. എന്താ തലയ്ക്ക് സുഖമില്ലാണ്ടായോ? എന്താ എങ്ങനെ പറഞ്ഞത്? അല്ല കൃഷ്ണ, എപ്പൊക്കെ ദുഃഖം ഉണ്ടാവണോ അപ്പൊക്കെ ഞാൻ കൃഷ്ണ കൃഷ്ണ എന്ന് വിലപിക്കും. അങ്ങ് വന്ന് എന്നെ ശാന്തനപ്പെടുത്തും. അപ്പോൾ ദുഃഖമില്ലെങ്കിൽ എനിക്ക് അങ്ങേ വിളിക്കാൻ പറ്റിയെന്ന് വരില്ല. അതാണ്. അപ്പം നമ്മൾ ദുഃഖത്തിനെ ഈശ്വരോപാധിക്കുള്ളൊരു സന്ദർഭമാക്കി മാറ്റാൻ നമ്മളെ കൊണ്ട് സാധിക്കണം. എനിക്ക് പല തരത്തിലുള്ള ദുഃഖങ്ങളുണ്ടായിരുന്നു. ആ ദുഃഖങ്ങളെയൊക്കെ ഞാൻ ഈ രാമകൃഷ്ണ ഗോവിന്ദ രാമകൃഷ്ണ ഗോവിന്ദ എന്നുള്ളതിൽ അലിയിച്ച് അതാണ് സത്യം. അപ്പോൾ എന്തെങ്കിലും ഒരു ന്യൂനത ഉണ്ടെങ്കിലാണ് ഈശ്വരീയത അടപടലം മാറ്റി നമ്മളെ നല്ലവനാക്കുക. അടപടലം മാറ്റും നമ്മുടെ വിചാരധാരകളെ. 5 കള്ളിയിലും മുട്ടുമ്പോൾ കൃഷ്ണ എന്ന് വിളിക്കുമ്പോൾ ഉള്ള ഒരു ജാഗ്രതയുണ്ട്. അതുകൊണ്ടാണ് ഇദ്ദേഹത്തിന് മൂർഖത്വം പോക്കും തൃക്കാൽ ചവിട്ടുകൾ ദണ്ഡമല്ല മഹാഭാഗ്യം കൊണ്ടണഞ്ഞൊരനുഗ്രഹം കോടാനുകോടി ജീവന്മാരുടെ കൂട്ടത്തിൽ മൂഢനെ അവിടെ കൊന്നു ശിക്ഷിപ്പാനെങ്കിലും തോന്നിയില്ലയോ. കോടാനുകോടി ജീവന്മാരിൽ ഈ ഒരു പരമമൂർഖനെ ചവിട്ടി താഴ്ത്തി അവൻ്റെ അഹങ്കാരം കളയണമെന്ന് ഭഗവാന് തോന്നിയത് ഞങ്ങളുടെയൊക്കെ സമാധാനത്തിനും ശാന്തിക്കും ശ്രേഷ്ഠതയ്ക്കും കാര്യമായി എന്നാണ് പറഞ്ഞത്. എന്നല്ല മഹിതാത്മാവൻ മൂർധാവതിൽ മഹാപ്രഭോ പൂഞ്ചേൻ വടികളാൽ പുണ്യനൃത്തം ചെയ്തില്ലയോ ഭവാൻ. എന്നല്ല മഹിതാത്മാവൻ മൂർധാവ് അതിൽ മഹാപ്രഭോ പൂഞ്ചേ വടികളാൽ ആ താമര സദൃശമായ ആ തിരുപാദപത്മങ്ങളെ കൊണ്ട് അങ്ങ് നൃത്തമാടിയല്ലോ. ഈ മഹാത്മാവനുഷ്ഠിച്ച തപസ് എന്താർക്കറിഞ്ഞിടാം. അപ്പം ഇവൻ മൂർഖനല്ല. എന്താ പറയുക, ഈ മഹാത്മാവ് അനുഷ്ഠിച്ച തപസ് എന്ത് ആർക്കറിഞ്ഞിടാം? ഞങ്ങൾക്കൊന്നും അറിയില്ല. ഇവൻ മൂർഖനാന്ന് ഞങ്ങൾ മനസ്സിലാക്കണത്. ഇപ്പം ഞങ്ങൾ മനസ്സിലാക്കണോ, ഇദ്ദേഹം എന്തോ വലിയ തപസ് അനുഷ്ഠിച്ചിട്ടുണ്ട്. അങ്ങയാൽ ശിക്ഷിക്കപ്പെട്ട് ഇവൻ്റെ പത്നിമാരും കുട്ടികളും ആകപ്പാട് കൂടി വന്ന് അങ്ങയെ സ്തുതിക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് ഇവനൊരു പരമാത്മാവാണ്, ഭാഗ്യവാനാണ്, മഹാതപസ്യാണെന്നൊക്കെയാണ് പറഞ്ഞു വരുന്നത്. എന്നോട് പലരും എൻ്റെ ഈ എന്താണെന്നാ പറയുക, ആകപ്പാട് കൂടിയിട്ടുള്ള മുഖപ്രസാദം വെച്ച് ഞാനിങ്ങനെ സംസാരിക്കുമ്പോൾ ആദ്യകാലം മുതൽക്കാൻ ആൾക്കാർ യു ആർ എ ലക്കി ഫെലോ, താൻ ഭാഗ്യവാനാണ്, താൻ ഭാഗ്യവാനാണെന്നിങ്ങനെ പറയും. അപ്പോൾ ഞാൻ എൻ്റെ മിസ്സീസിനോട് പറയും, ഇങ്ങനൊരു 100 ആൾ ദിവസേന ഞാൻ ഭാഗ്യവാനാണ് ഞാൻ ഭാഗ്യവാനെന്ന് പറഞ്ഞ് കിട്ടിയാൽ മതിയായിരുന്നു ഒരാതെ പറയാൻ. കാരണം എന്താ, ഒരുത്തനെ തന്നെ നനച്ചിരുന്നാൽ വരുന്നതെല്ലാം അവനെന്ന് തോന്നുന്ന തൻ്റെ ഒരു കഷ്ടകാലം എന്ന് പറഞ്ഞാൽ കഷ്ടകാലം വിട്ടുപോവില്ല. കഷ്ടകാലത്തിൽ ഇരിക്കുമ്പോൾ താൻ ഭാഗ്യവാനാണെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഈ തഥാതൻ തഥാസ്തു 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 എന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് ഇല്ലാത്ത ഭാഗ്യമൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇല്ലാത്ത ഭാഗ്യമൊക്കെ എനിക്ക് ഭഗവാൻ തന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇവിടെ എന്താ പറഞ്ഞത്, ഈ മഹാത്മാവനുഷ്ഠിച്ച തപസ്സെന്താർക്കറിഞ്ഞിടാം. സൽക്കഥാരുചിയോ സത്യശീലമോ ബ്രഹ്മചര്യമോ, എന്തൊക്കെയാണ് ഗുണം? സൽക്കഥാരുചിയോ സത്യശീലമോ ബ്രഹ്മചര്യമോ.
ക്ഷമയോ സൗമ്യമാം വാക്കോ സർവഭൂതാനുകമ്പയോ അണുപോലും മകക്കാമ്പിൽ അഭിമാനം അസൂയയും അണയാതെ അന്യജന്മത്തിൽ മറ്റുള്ളവർക്കേറെ നന്മകൾ ചിന്തിച്ചും. മൈ ഗുഡ്നസ്, വായിച്ചാലും മതിയാവാത്തൊരു ഭാഗമാണത്. ഈ നാഗസ്ത്രീകളുടെ സ്തുതി അതാണ് പറഞ്ഞത്. ഈ മഹാത്മാവനുഷ്ഠിച്ച തപസ്സന്താർക്കറിഞ്ഞിടാം സൽക്കഥാ രുചിയോ സത്യശീലമോ ബ്രഹ്മചര്യമോ ക്ഷമയോ സൗമ്യമാം വാക്കോ സർവഭൂതാനുകമ്പയോ അണുപോലും മകക്കാമ്പിൽ അഭിമാനം അസൂയയും, അഭിമാനം ഉണ്ടാവരുത്, ദുരഭിമാനം ഉണ്ടാവരുത്, അസൂയയും അണയാതെ അന്യജന്മത്തിൽ മറ്റുള്ളവർക്കേറെ നന്മകൾ ചിന്തിച്ചും ചൊല്ലിയും ചെയ്തും ഇരുന്നീടണ ഈ മഹാൻ സർവാത്മാവിൻ പ്രസാദത്തിൻ അതൊന്നേ മുഖ്യ കാരണം. ഇത് കാണാൻ പഠിക്കണം. ഇതന്നെ കേട്ടാൽ മതി. മനസ്സ് ആർദ്രമാവാൻ ഈ ഒരു സ്തുതി വായിച്ചാൽ മതി. എന്തൊക്കെയാണ് പറഞ്ഞത്? ക്ഷമയോ സൗമ്യമാമ്പാക്കോ സർവഭൂതാനുകമ്പയോ അനുകമ്പയോ അണുപോലും മകക്കാമ്പിൽ അഭിമാനം അസൂയയും അണയാതെ അന്യജന്മത്തിൽ മറ്റുള്ളവർക്കേറെ നന്മകൾ ചിന്തിച്ചും ചൊല്ലിയും ചെയ്തും ഇരുന്നീടണം ഈ മഹാൻ സർവാത്മാവിൻ പ്രസാദത്തിൻ അതൊന്നേ മുഖ്യ കാരണം. സർവാത്മാവിൻ, എത്ര ആത്മാക്കളാണ് നമ്മളെ ഭാഗ്യവാൻ പറഞ്ഞിട്ടുള്ളത്? അതൊക്കെ ശരിയാവണ്ടേ? ഭഗവാൻ ഹൃദയകമലത്തിലുള്ളത് കൊണ്ടല്ലേ നമ്മൾക്കൊരാളെ ഭാഗ്യവാൻ എന്ന് പറയാൻ തോന്നണത്. അപ്പോൾ ഭഗവാൻ അനവരതം ശുഷ്കാന്തിയോടുകൂടി ശ്രമിച്ചിട്ടുണ്ട്. പട്ടാമ്പിക്ക് നന്മ വരട്ടെ എന്ന് 10 ആളെ കൊണ്ട്. ഇതാണ് സത്യം. സർവാത്മാവിൻ പ്രസാദത്തിൻ അതൊന്നേ മുഖ്യ കാരണം. ഏതിൻ്റെ ഫലം മാർക്കോതാം അത്തരം വ്രതം ഒക്കെയും ശീലിക്കും മലർമാതിനും മഹാലക്ഷ്മിക്ക് കൂടി കിട്ടാത്തൊരു ഭാഗ്യം എന്നാണ് പറഞ്ഞത്. ഏത് ചവിട്ടേ 1000 ഫണങ്ങളെ ചവിട്ടിത്താഴ്ത്തണമെന്നുണ്ടെങ്കിൽ ഈ കുഞ്ചോമന കാലുകൾ കൊണ്ട് അദ്ദേഹം എത്രമാത്രം കഠിന ശ്രമം ചെയ്തിട്ടുണ്ടാവണം. ടു മച്ച്. ശീലിക്കും മലർമാതിനും കൈവന്നില്ല ഈ അനുഗ്രഹം. ഇതൊരു തലോടലാണെന്നാണ് പറഞ്ഞത്. കാലുകൊണ്ട് തലോടുക. അപ്പോൾ അത്തരം വ്രതമൊക്കെയും ശീലിക്കും മലർമാതിനും മഹാലക്ഷ്മിക്കും കൂടി കൈവന്നില്ല ഈ അനുഗ്രഹം. സ്വർഗാധിപതി ദേവേന്ദ്രൻ അണിയും പൊൻകിരീടവും സാക്ഷാൽ ഇന്ദ്രൻ്റെ പൊൻകിരീടവും കൂടി തുച്ഛം നിൻ തൃക്കഴൽ പൂക്കൾ ചൂടിയിടുകിൽ മഹാപ്രഭോ. ഈ ഓമനക്കുഞ്ഞിൻ്റെ തിരുപാദപത്മങ്ങൾ നമ്മുടെ ശിരസിൽ വന്ന് പതിക്കാന്ന് പറഞ്ഞാൽ അതത്ര ചില്ലറ കാര്യമല്ല എന്നാണ് പറഞ്ഞത്. വാമനനായിട്ട് ബലിയെ അനുഗ്രഹിച്ചത് ചവിട്ടി താഴ്ത്തല്ല, കാല് പൊക്കി അനുഗ്രഹിക്കുക ചെയ്തത്. കശ്മലന്മാരെ എന്തൊക്കെയോ തെറ്റായിട്ടുള്ള നിഗമനങ്ങൾ പറഞ്ഞ് സനാതനധർമ്മത്തെ പുച്ഛിക്കുന്നത് ഈ ടെക്സ്റ്റ് ശരിക്കും വായിക്കാത്തത് കാരണമല്ലേ? എനിക്ക് അവരോട് അനുകമ്പയുള്ളൂ. കോടിക്കണക്കിന് സനാതനധർമ്മത്തിൽ ഇരിക്കുന്ന ആൾക്കാർ ഇത് എന്തുകൊണ്ട് വായിക്കണില്ല? സമയമായില്ല എന്ന് എനിക്കറിയാം. എന്നാലും ഒരു വിഷമം. തുച്ഛം നിൻ അപ്പോൾ പൊൻകിരീടവും തുച്ഛം നിൻ തൃക്കടൽ പൂക്കൾ ചൂടിയിടുകിൽ മഹാപ്രഭോ. അലഭ്യാലാഭം ഈ ഭാഗ്യം അഹിപുങ്കവൻ ആർന്നിടിൽ. ഈ പരമദ്രോഹിക്ക് എങ്ങനെ ഈ മഹാപുണ്യം ഉണ്ടായിന്നാ? അലഭ്യം ഈ ഭാഗ്യം മഹിപുങ്കവൻ ആർന്നീടിൽ. ആർക്കും ഈ മണ്ണിൽ അണഞ്ഞിടാനാകാ നിൻ തൃപ്പദാംബുജം. ആർക്ക് ഈ മണ്ണിൽ അണഞ്ഞിടാനാകാ നിൻ ആർക്കാണ് അങ്ങയുടെ തിരുപാദപത്മങ്ങളിൽ സ്വസ്തി ലഭിക്കാതെ ഇരിക്കുക എന്നാണ് ചോദിക്കണതേ. എല്ലാവർക്കും. ഈ മഹാഭാപിക്ക്
അങ്ങയുടെ തിരുപാദ പത്മങ്ങളിൽ നിന്ന് ചവിട്ടുകൊണ്ട് അനുഗ്രഹം കൊണ്ടിട്ടുണ്ടെങ്കിൽ ഈ തിരുപാദ പത്മങ്ങളെ ആശ്രയിക്കുന്ന കോടാനുകോടി ആൾക്കാർക്ക്, ശുദ്ധാത്മാക്കൾക്ക് പുണ്യം ഇല്ലാതെ കണ്ട് മോക്ഷം കിട്ടാതെ കണ്ട് വരുമെന്നാണ് ചോദിച്ചത്. മനസ്സിലായില്ലേ? അപ്പോൾ ആർക്ക് ഈ മണ്ണിൽ അണഞ്ഞിടാനാകാ നിൻ തൃപ്പദാംബുജം അചിന്ത്യൈശ്വര്യമോലും നീ. ഭഗവാൻ ആരാ? അചിന്ത്യ ഐശ്വര്യം, ചിന്തിക്കാനാകാത്തത്ര ഐശ്വര്യമുള്ള ആളാണ് ഭഗവാൻ. ഈ പ്രപഞ്ചത്തിൻ്റെ നിയന്താവും നിയാമകനുമായിരിക്കുന്ന ഭഗവാന്റെ ഐശ്വര്യം എത്രയെന്ന് അളന്ന് തിട്ടപ്പെടുത്താൻ പറ്റില്ല. മഴത്തുള്ളികളെ എണ്ണി തിട്ടപ്പെടുത്താം, മൺതരികളെ എണ്ണി തിട്ടപ്പെടുത്താം. ഭഗവാന്റെ വിഭൂതികളെ എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റില്ല. അപ്പോൾ അവിടേക്കെന്തും എങ്ങെന്നും ചെയ്യാം ബ്രഹ്മാണ്ടകോടിയിൽ. അങ്ങക്ക് ഫുൾ ലൈസൻസാണ്. എന്തിന്? അവിടേക്ക് എന്തും എങ്ങും എന്നും. എന്തൊക്കെയാണ് പറഞ്ഞത്? അവിടേക്ക് എന്തും എങ്ങും എന്നും ചെയ്യാം ബ്രഹ്മാണ്ടകോടിയിൽ മനോബുദ്ധീന്ദ്രിയ പ്രാണഭൂത സംഘാതരൂപനായി. ആരാ ഭഗവാൻ? മനസ്സ്, ബുദ്ധി, ഇന്ദ്രിയങ്ങൾ, പ്രാണങ്ങൾ, ഭൂതസംഘാതരൂപനായി ഓരോരോ ജീവിയും ഭഗവാന്റെ രൂപമായിട്ട് കാണാൻ സാധിക്കണം. കാരണം എന്താ? ഓരോരോ ജീവിയിലും ബ്രഹ്മസ്വരൂപമായിട്ട്, ബ്രഹ്മവിദ്യയായിട്ടുണ്ട്. ഇന്ന് ഒരു വാട്സപ്പ് ഒരു യൂട്യൂബിൽ വലിയൊരു പോത്ത് ഒരു ചളിക്കുഴിയിൽ വീണാണ്, അനങ്ങാൻ സാധിക്കണില്ല. ഒരു നായ വന്നിട്ട് അതിൻ്റെ കൈ കൊണ്ട് മാന്തി 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 കുറേ മണ്ണ് മാറ്റിയിട്ട് ആ പോത്തിനെ രക്ഷിക്കുന്നതാണ് ഞാൻ കണ്ടത്. അപ്പോൾ ഈ ജീവജാലങ്ങൾക്കൊക്കെ കൃപയുണ്ട് മറ്റുള്ളവരോട്. മനുഷ്യന് മാത്രം സഹജീവികളോട് എന്തുകൊണ്ട് കൃപ ഉണ്ടാവുന്നില്ല? എങ്ങനെയാണ് കുതികാല് വട്ടാൻ സാധിക്കണത്? എങ്ങനെയാണ് പിന്നിന്ന് കുത്താൻ സാധിക്കണത്? തൻ്റെ പ്രേമാഭ്യർത്ഥന നിരസിച്ച പെണ്ണിനെ കുത്തി മലർത്താൻ നമ്മളെ കൊണ്ട് എങ്ങനെ സാധിക്കുന്നു? ഈ ഭാഗവതത്തിൻ്റെ അഭാവം എന്ന് എനിക്ക് പറയാനുള്ളൂ. ഇതൊരു യോഗശാസ്ത്രമാണ്, ഇതൊരു ശാസ്ത്ര ഗ്രന്ഥമാണെന്നുള്ളത് അറിഞ്ഞ് നമ്മൾ പ്രവർത്തിച്ചാൽ ഈ നാട്ടിലുള്ള എല്ലാ വൈകല്യങ്ങളും മാറ്റാൻ പറ്റും. ഇതിൻ്റെ ഒരു സുതാര്യത. എന്താ സുതാര്യത എന്ന് പറഞ്ഞാൽ? ട്രാൻസ്പെറൻസി. ഇവിടെ ഇന്നവരെന്ന് പറഞ്ഞില്ല. കാമക്രോധ മത മത്സര ലോഭ ഭയം ഇല്ലാത്ത ഏവർക്കും ഭഗവാന്റെ അനുഗ്രഹാശിസ്സുകൾ അനുഭവിക്കാം. അപ്പോൾ ആ ഒരു ബ്രാക്കറ്റിൽ വന്നാൽ മതി. കാമക്രോധ മത മത്സര ലോഭ ഭയാദികൾ ഇല്ലാത്ത ഒരാൾ ആരായിക്കോട്ടെ, നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് എന്തായിക്കോട്ടെ, രാമായണത്തിലെ സമ്പാദിക്ക് ശ്രീരാമചന്ദ്രസ്വാമിയുടെ തൃത്തുടയിൽ കിടന്ന് മരിക്കാമെന്നുണ്ടെങ്കിൽ എനിക്കും നിങ്ങൾക്ക് മോക്ഷം കിട്ടാൻ എന്താ ബുദ്ധിമുട്ട്? ചണ്ടാള സ്ത്രീയായിട്ടുള്ള ശബരിക്ക് ശ്രീരാമൻ ചണ്ടാള സ്ത്രീ ഓരോ കാട്ടുപഴങ്ങളും കടിച്ച് തൻ്റെ ഇച്ചിൽ കൊടുക്കുമ്പോൾ അത് സ്വാദോടുകൂടി കഴിക്കുന്ന ശ്രീരാമചന്ദ്രൻ നമ്മുടെ പോരായ്മകൾ മാറ്റാതെ കണ്ടിരിക്കുമോ? അല്ലെങ്കിൽ മഹാഭാരതത്തിൽ വിതുരരുടെ ഭക്തിപാരവശ്യത്തിൽ ഒരു കൊല പഴം മുഴുവൻ തൊലി കളഞ്ഞ് പഴം നിലത്തിട്ടിട്ട് അതിൻ്റെ തൊലി കൊടുത്തു ഭഗവാൻ കണ്ണും ചീമ്പി ആനന്ദിച്ച് കഴിച്ചു ആ പഴത്തൊലികൾ. അവസാനമാകുമ്പോഴേക്കും വിതുരർ വരുന്നുണ്ട്. വിതുരരെ പറയൂ, കൃഷ്ണ എടോ, ഇത്ര മധുരമുള്ള പഴക്കൊലയുടെ ഒരു കന്ന് കിട്ടിയാൽ എനിക്ക് ദ്വാരയ്ക്ക് കൊണ്ടുപോകായിരുന്നു പറഞ്ഞു അത്രേ. അപ്പോൾ വിതുരർ ചോദിച്ചു, എന്താ കൃഷ്ണ പറയണത്? ദ്വാരകയിലില്ലാത്ത തരം വാഴ എവിടുന്ന എൻ്റെ കയ്യിൽ? ഏതാ അങ്ങയുടെ ശ്രീമതിയോട് ചോദിക്കൂ, എത്ര പഴം തിന്നു? ഞാനതൊക്കെ തിന്നു. എന്തു മധുരം! രുക്മിണി തന്നാലും അല്ലെങ്കിൽ സത്യഭാമ തന്നാൽ ഇത്ര മധുരമില്ല. അങ്ങയുടെ പത്നിയുടെ ഭക്തി നോക്കുമ്പോൾ എന്താ പടക്ക താഴ്ത്ത് കിടക്കുക. ഇതിലെന്തിനാ അതിശയോക്തി?
ഇതിൽ അതിശയോക്തിയുണ്ട്. ഇതൊരു ശാസ്ത്രീയ ഗ്രന്ഥമാണെന്ന് അറിഞ്ഞ് ഇതിനെ സേവ ചെയ്താൽ ഞാനാണ് സാക്ഷി. സത്യം, ഞാനാണ് സാക്ഷി. അപ്പം എന്താ, അവിടേക്കെന്തും എങ്ങും എന്നും ചെയ്യാം ബ്രഹ്മാണ്ടകോടിയിൽ മനോബുദ്ധി ഇന്ദ്രിയ പ്രാണഭൂത സംഘാതരൂപനായി അഭിമാനത്തിൽ വിജ്ഞാനം മൂടിയിടും ജീവരൂപനായി. അഭിമാനം പാടില്ല, ദുരഭിമാനം പാടില്ല. ഭഗവാനോട് ആഭിജാത്യം കാണിക്കരുത്, വ്യത്യാസം പറയരുത്. ഭഗവാന്റെ അംശമാണ് ഞാൻ, അല്ലെങ്കിൽ ഞാൻ ഭഗവാന്റെ ഭൃത്യനാണ്, ഞാൻ ഭഗവാന്റെ ദാസനാണെന്നുള്ളൊരവസ്ഥ ഉണ്ടായാൽ മതി, വേറൊന്നും വേണ്ട. ദാസോഹം തവ കേശവ പ്രമാണമുണ്ട്. അപ്പോൾ അഭിമാനത്തിൽ വിജ്ഞാനം മൂടിയിടും ജീവരൂപനായി. എന്താ പ്രശ്നം? നമ്മുടെ പ്രശ്നം എന്താ? ഇൻ ജനറൽ വിജ്ഞാനം മൂടിയിടും ജീവരൂപനായി. എന്തിന്? അഭിമാനത്തിൽ. ഈഗോ ക്ലാഷ്, ഈഗോ ഇല്ലാണ്ടിരുന്നാൽ മതി. മാത്രമല്ല അധിക പ്രേമമാധുര്യം ആസ്വദിപ്പതിനാം വിധം. നമ്മൾക്ക് എന്തുണ്ടായാലും സന്തോഷമില്ല. കാരണം എന്താ? കണ്ടൻമെൻറ്റ് വേണ്ടൊന്നും നമ്മുടെ കയ്യിലില്ല. എന്താ കണ്ടൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ? സംതൃപ്തി. നാളത്തെ കാര്യം നാളെ നോക്കാം, ഇന്ന് ചെയ്യാനുള്ളത് ഭംഗിയായിട്ട് ചെയ്യാം. നാളെ നമ്മൾ ഓരോരുത്തരും ഉണരില്ലേ എന്ന് നമ്മളെങ്ങനെയാണ് പറയാം? അപ്പോൾ ഉണർത്തുന്നതും ഭഗവാൻ, തളർത്തുന്നതും ഭഗവാൻ. ഉണർന്നാൽ തലകീറിയപ്പൻ്റെ വായയിൽ അന്നം ഇടുന്നത് ഭഗവാനാണ്, ഭഗവാൻ ഉണ്ട് എന്നുള്ളൊരു ബോധം ഉണ്ടായാൽ മതി. അതുകൊണ്ടാണ് അധിക പ്രേമ മാധുര്യം ആസ്വദിപ്പതിനാം ആ വിധം വിലസും നിത്യചൈതന്യ ജീവ സൗഭാഗ്യമേ. വിലസും നിത്യചൈതന്യ ജീവ സൗഭാഗ്യമേ. തൊഴാം. ഇപ്പം ആരേനെ തൊഴണം? നമ്മൾ കൃഷ്ണനെ അല്ല തൊഴണത്, ഗുരുവായൂരപ്പനെ അല്ല തൊഴണത്. എന്താ കാരണം? ഇവിടെ പറഞ്ഞു ആസ്വദിപ്പതിനാം വിധം വിലസം നിത്യചൈതന്യ ജീവസൗഭാഗ്യമേ. ഓരോ ജീവൻ്റെയും സൗഭാഗ്യം എന്താ? ജീവിതം ആസ്വദിക്കാൻ സാധിക്കണത് ഈ ചൈതന്യത്തിൻ്റെ തുടുപ്പ് കൊണ്ടാണ്. എന്നിലും നിങ്ങളിലും ചൈതന്യം ഇല്ലെങ്കിൽ നമ്മൾക്ക് 12 മണിക്കൂർ ശബരിമലയിൽ ക്യൂ നിൽക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ 4-4.5 മണിക്കൂർ ഗുരുവായൂർ ക്യൂ നിൽക്കാൻ സാധിക്കില്ല. അപ്പോൾ ആ ചൈതന്യത്തിനെയാണ് നമ്മൾ ഈ വിഗ്രഹത്തിൽ കണ്ട് ആസ്വദിക്കേണ്ടത്. അപ്പോൾ അധിക പ്രേമമാധുര്യം ആസ്വദിപ്പതിനാം വിധം വിലസം നിത്യചൈതന്യം. ഈ ജീവസൗഭാഗ്യമേ, ഈ ജീവൻ്റെ സൗഭാഗ്യമാണത്. ബാലാഗ്രശതഭാഗസ്യ വിസ്തരസേകോ ജീവ. അതിനാണ് നമ്മൾ തൊഴേണ്ടത്. തൊഴാം സത്വാദി സ്പർശമേറ്റിടാതെ പ്രാകൃത ഗുണങ്ങളാൽ. ഏതാ പ്രാകൃത ഗുണം? ഈ തമോ ഗുണം, രജോ ഗുണം, സാത്വിക ഗുണം എന്നുള്ളത് പ്രാകൃതമാണ്. തുര്യാവസ്ഥയിലെത്തുമ്പോഴാണ് ഭക്തനും ഭഗവാനും ഭക്തിയും ഭഗവാനും ഭക്തനും ഒന്നായിത്തീരുന്നൊരവസ്ഥയുണ്ട്. അതുകൊണ്ടാണ് സത്വാദിസ്പർശമേറ്റിടാതെ ആ പ്രാകൃത ഗുണങ്ങളാൽ വിളയാടുന്ന വാത്സല്യവാരിതേ. ഭഗവാൻ ആരാ? വാത്സല്യവാരിതേ. കൈ തൊഴാം. ആരേനാ തൊഴുന്നത്? വാത്സല്യവാരിത എന്ന് പറഞ്ഞെന്താ? വാത്സല്യമാകുന്ന സമുദ്രമേ തൊഴാം. ജീവനായും അവന് അന്തര്യാമിയായും മഹാപ്രഭു. അൾട്ടിമേറ്റ് എന്ന് എഴുതി വെച്ചിരുന്നത് എന്താണ്? ജീവനായും അവന് അന്തര്യാമിയായും മഹാപ്രഭു. ഓരോ ജീവജാലങ്ങളിലും ജീവനായിട്ടും അന്തര്യാമിയായിട്ടും കൂടസ്ഥനായിട്ടും സർവ്വജീവഭാഷനായിട്ടും ഇരിക്കുന്ന ആ ഭഗവാൻ വ്യാപ്യനും വ്യാപകനുമായ അവിടുന്ന് ഉല്ലസിക്കാം. ഭഗവാൻ ആനന്ദനൃത്തം നമ്മുടെ മനസ്സിൽ ചെയ്യുന്നുണ്ട്, നമുക്ക് അറിയാണ്ട് പോയി. ഈ എന്താണ് കാളിയമർദ്ദനം ഭഗവാൻ നമ്മുടെ മനസ്സിൽ ആടുന്നുണ്ട്. എങ്ങനെ? ജീവനായും അവൻ അന്തര്യാമിയായും മഹാപ്രഭു വ്യാപ്യനും. വ്യാപിച്ചിട്ട് നമ്മുടെ ശരീരമാകെ വ്യാപിച്ചിട്ടുണ്ട്. ഈ ഭൂലോകം മുഴുവൻ വ്യാപിച്ചിട്ടുണ്ട്. കാണുന്നതെല്ലാം അല്ലേ, വാക്കുകളൊക്കെ മധുരം, അധരം മധുരം അല്ലേ, എല്ലാം മധുരമാണ്. അപ്പോൾ വ്യാപ്യനും വ്യാപകനുമായ അവിടെ നിന്നുല്ലസിക്കാം.
നിന്മേന്മ വർണ്ണിക്കുകയാലല്ലോ വേദങ്ങളിൽ ഇത്രയും പ്രമാണ്യമാർന്നതാമട്ട് ആഗമപ്പൊരുളെ തൊഴാം. എന്താ പറഞ്ഞത്? നിന്മേന്മ വർണ്ണിക്കുകയാലല്ലോ വേദങ്ങളിൽ ഇത്രയും, വേദങ്ങളെന്ന അറിവുകൾ ഇത്രയും പാർന്നതാം ആമട്ട് ആഗമപ്പൊരുളെ തൊഴാം. എല്ലാവർക്കും മൂർത്തിയാവാൻ പറ്റും. മൂർത്തി എന്ന് പറഞ്ഞാൽ രൂപമെടുക്കാൻ പറ്റും. അറിവിനും മൂർത്തി രൂപമെടുക്കാൻ പറ്റും. പ്രപഞ്ച സൃഷ്ടിയാദികൾ നീ സത്വാദി ത്രിഗുണങ്ങളാൽ, സാത്വികം രാജസം താമസം, പ്രപഞ്ച സൃഷ്ടിയാദികൾ നീ സത്വാദി ത്രിഗുണങ്ങളാൽ ചെയ്യുന്നതല്ലയോ മൂഢൻ ഇവനിൽ കനിയേണ്ടയോ. അതുകൊണ്ട് അങ്ങ് ഇവനിൽ കനിയണമേ എന്ന്, ഇവനിൽ കനിയണമെന്നും നിങ്ങളിൽ കനിയണമെന്നും മാത്രമേ പറയാവൂ. ചെയ്യുന്നതല്ലയോ മൂഢൻ ഇവനിൽ കനിയേണ്ടയോ. നല്ലോരെയും ദുഷ്ടരെയും മൂഢരെയും ജഗത്ത് ഇതിൽ സൃഷ്ടിപ്പത് അവിടുന്നാണെന്നാകിലും സജ്ജനങ്ങളിൽ, നോക്കിക്കോളൂ, നല്ലോരെയും ദുഷ്ടരെയും മൂഢരെയും ജഗത്ത് ഇതിൽ സൃഷ്ടിപ്പത് അവിടുന്നാണെന്നാകിലും സജ്ജനങ്ങളിൽ പ്രീതിയേറും നിനക്കെന്നും സദ്ധർമ്മപാലനം. ഭഗവാൻ ഒരു കോൺട്രാക്റ്റ് എടുത്തിട്ടുണ്ട്. എന്താ? ഞാൻ ഈ പ്രപഞ്ചത്തിലുള്ള സദ്ധർമ്മങ്ങളിൽ വ്യാപരിച്ചിട്ട് വളരെ പരിപാലനം ചെയ്യാം. എന്താ പറഞ്ഞത്? ഈ ഭൂമിയിലെ ധർമ്മത്തെ പരിപാലിക്കുന്നവരെ ഞാൻ പരിപാലിച്ചോളാം. അതാണ് ദുര്യോധനൻ മഹാഭാരത യുദ്ധത്തിൻ്റെ മുമ്പേ ഗാന്ധാരിയെ പോയി നമസ്കരിച്ചു. അമ്മേ നമസ്കരിക്കണം, ഞാനിതാ പുറപ്പെടണു. ഓ ഉണ്ണി പുറപ്പെട്ടു, നന്നായി. ധർമ്മം വിജയിക്കുന്ന പറഞ്ഞത്. അല്ലാണ്ട് എൻ്റെ മോൻ തോൽക്കുന്നോ എൻ്റെ മകൻ ജയിക്കുന്നോ ആ സ്ത്രീ പറഞ്ഞില്ല. കാരണം എന്താ? ഷി വാസ് സോ ഇൻ്റലിജൻറ്റ്. ഈ ധൃതരാഷ്ട്ര ഭാര്യ സ്വയം കണ്ണുകാഴ്ചയുള്ളവൾ കണ്ണ് കെട്ടീനാണ്. പതി പരമേശ്വരഹേ, അവരുടെ അഭിജാത്യാണത്. അപ്പോൾ എന്താ പറഞ്ഞത്? ധർമ്മം വിജയിക്കുന്ന പറഞ്ഞത്. അതാണ് സംഭവിച്ചത്. അതുകൊണ്ടാണ് പറഞ്ഞത്, നല്ലോരെയും ദുഷ്ടരെയും മൂഢരെയും ജഗത്ത് ഇതിൽ സൃഷ്ടിപ്പതവിടുന്നാണെന്നാകിലും സജ്ജനങ്ങളിൽ പ്രീതിയേറും നിനക്കെന്നും വ്രതസദ്ധർമ്മപാലനം. നിൻ്റെ വ്രതം എന്താ? അങ്ങയുടെ വ്രതം എന്താ? ധർമ്മത്തെ പരിപാലിക്കുന്നവരെ നീ പരിപാലിക്കുന്നുള്ളതുണ്ട്. അതുകൊണ്ടാണ് പ്രീതിയേറും നിനക്കെന്നും വ്രതസദ്ധർമ്മപാലനം. ഇത് വായിക്കാണ്ട് പോയി പഠിക്കാണ്ട് പോയാൽ ആർക്കാ നഷ്ടം? 95 കർക്കിടക മാസം ഇപ്പം കഴിയാൻ പോവുക. കർക്കിടക മാസം 2-ാം തീയതി ഏതോ ഒരു പൂർവ്വജന്മാന്തര പുണ്യം കൊണ്ട് IITയിലുള്ള പത്മാവതി ദേവി ക്ഷേത്രത്തിൽ വെച്ച് എൻ്റെ ഗുരുനാഥനെ കാണാനും നമസ്കരിക്കാനും സാധിച്ചതുള്ള ചരിതാർത്ഥം. ഇപ്പോൾ ജൂലൈ 5 ആണ് അദ്ദേഹം മരിച്ചത്. 4-ാം തീയതി രാത്രി 5-ാം തീയതി. ആലോചിച്ച് നോക്കണം. ഞാൻ ഓരോ എപ്പിസോഡ് പറയുമ്പോഴും അദ്ദേഹത്തിനെ നമസ്കരിച്ചുകൊണ്ട്, ഇതിൽ വാത്സല്യം വരുമ്പോഴൊക്കെ ഞാൻ ഉള്ളിൽ ആനന്ദിക്കുകയാണ്. വത്സല ശിഷ്യനെന്ന് അദ്ദേഹത്തിൻ്റെ എഴുത്തെഴുതുമ്പോഴൊക്കെ വത്സല ശിഷ്യന്. ഇതിലും മീതെ എന്ത് വേണം പട്ടാമ്പിക്ക്? ഞാൻ എന്താ സമ്പാദിച്ചത്? ആ ഒരു ഗുരുത്വം മാത്രം. ആ ഒരു ഗുരുത്വം മതി എനിക്ക്. അതുകൊണ്ടാണ് പറയാൻ കാരണം. ഐ ആം സോ ബ്ലെസ്ഡ്. അതിൻ്റെ ഡെപ്ത് എനിക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് പറയാൻ കാരണം. പ്രാചീന കർമ്മ സംസ്കാരം ഉണർത്തി നിജഭക്തരെ അനുഗ്രഹിച്ച് നീ ഈ ലോകം രക്ഷിപ്പതും ദിവ്യലീലയാൽ. ദിവ്യലീല
അപ്പോൾ അതിന് മുമ്പെന്ന് പറഞ്ഞു, മൂർഖത്വമേകും അവിടേക്കല്ല ദോഷങ്ങളൊന്നിലും യാതൊന്നും ആഗ്രഹിക്കാതാണല്ലോ നീ ചെയ്വൂ സർവ്വവും. ഒന്നും ആഗ്രഹിക്കാതെ ഉണ്ട് ലീലയാ വിനോദമാടുന്നു എന്നുള്ള ആപ്തവാക്യം തന്നെയാണ്. അങ്ങിപ്പോൾ കാണിച്ചതൊക്കെ ഞങ്ങളുടെ ഭർത്താവിനെ അഹങ്കാരി അല്ലാതെ കണ്ടാക്കാനും ഞങ്ങളെ എല്ലാവരും അനുമോദിക്കാനും ഞങ്ങൾക്ക് അങ്ങയെ പ്രകീർത്തിക്കാനുള്ള ഊർജം ഈ സന്തപ്തമായിരിക്കുന്ന സമയത്ത് തരാനും തോന്നിയല്ലോ അല്ലേ? ഭഗവാനെ സ്തുതിക്കണമെങ്കിൽ ഒരു ഊർജം വേണ്ടേ? ഇപ്പോഴത്തെ സ്റ്റേജ് എന്താ? തൻ്റെ ഭർത്താവ് 1000 തലയിലും ചവിട്ടി താഴ്ത്തി രക്തം കക്കിയിരിക്കുകയാണ്. അപ്പോഴും അങ്ങയെ സ്തുതിക്കാൻ തോന്നി. ഇതായിരിക്കണം നമ്മൾ ഇതെന്നുള്ള ഗുണപാഠം പഠിക്കേണ്ടത്. ഏത് പ്രശ്നം വന്നാലും ഭഗവാനെ സങ്കീർത്തനാദികളെ കൊണ്ട് അഭിഷേകം ചെയ്യാൻ നമ്മളെ കൊണ്ട് സാധിക്കണം. അദ്ദേഹത്തിന് എന്തേ വേണ്ടു? നമ്മുടെ തുറന്ന മനസ്സ്, കളങ്കമില്ലാത്ത മനസ്സങ്ങോട്ട് കൊടുക്കുക ഭഗവാന്. അപ്പോൾ പ്രാചീന കർമ്മ സംസ്കാരം ഉണർത്തി നിജഭക്തരെ അനുഗ്രഹിച്ചു നീ ലോകം രക്ഷിപ്പൂ ദിവ്യലീലയാൽ. കരുണാനിധിയാം നിൻ്റെ, തമിഴ്നാട്ടിലത്തെ കരുണാനിധിയല്ല, ഇതാണ് സാക്ഷാത് കരുണാനിധി. കരുണാനിധിയാം നിൻ്റെ മഹത്വം അറിയായികയാൽ ഇദ്ദേഹം ചെയ്തു പോയുള്ള ഒരപരാധം പുറത്ത് ഉടൻ ജീവൻ്റെ ദൈന്യവും ദേവമായ ശക്തിയും ഓർത്ത് ഇനി, ജീവൻ്റെ ദൈന്യവും ദേവമായ ശക്തിയും ഓർത്ത് ഇനി അനുഗ്രഹിച്ചേകിയാലും ഞങ്ങൾ തൻ പ്രിയകാന്തനെ, ഞങ്ങളുടെ പ്രിയകാന്തൻ്റെ ജീവൻ ഞങ്ങൾക്ക് അനുഗ്രഹമായിട്ട് തന്നാലും കൽപ്പിച്ചാലും ദാസിമാരാം ഞങ്ങൾ ചെയ്യേണ്ടതും പ്രഭു. ഈ നാഗപത്നിമാരുടെ ഒരു ഭാവം നമ്മൾ കോപ്പി ചെയ്യണം. ഭഗവാനോട് എന്താ പറയേണ്ടത്? ഞാൻ ഇത്രയൊക്കെ ചെയ്തില്ലേ കൃഷ്ണ, അങ്ങനെയല്ല പറയേണ്ടത്. കൽപ്പിച്ചാലും ദാസിമാരാം ഞങ്ങൾ ചെയ്യേണ്ടതും പ്രഭോ. ദാസന്മാരും ദാസിമാരുമായിരിക്കുന്ന ഞങ്ങൾ എന്ത് ചെയ്യണം പ്രഭോ എന്ന് ചോദിച്ചാൽ മതി. ഭക്തിയോടത് അനുഷ്ഠിപ്പോർക്ക് അഴലില്ലൊരിടത്തിലും. അത് ഞാൻ സർട്ടിഫൈ ചെയ്തു. കാരണം ഭക്തിയോടെ അത് അനുഷ്ഠിപ്പോർക്ക് അഴലില്ല ഒരിടത്തിലും. പതിവ്രതാജനം അവരമ്പോടെ ഈ വിധം. അപ്പോൾ ഇവരാരാ? നാഗകന്യമാർ, പതിവ്രതകളാ. പതിവ്രതാജനം അവരെ അമ്പോട് ഈ വിധം സ്തുതിക്കവേ സരസിജ ചാരുലോചനൻ. അയ്യൻ്റെ അപ്പൂ, സരസിജ ചാരുലോചനൻ, താമരദളലോചനൻ, താമരക്കണ്ണൻ, കൃഷ്ണ കൃഷ്ണ എന്ന് വിളിക്കുന്നേ. പതിവ്രതാജനം അവരമ്പോട് ഈ വിധം സ്തുതിക്കവേ സരസിജ ചാരുലോചനൻ ചിരിച്ചുകൊണ്ട് ഉരകഫണത്തിൽ നിന്ന് പൊന്മണിച്ചിലമ്പോലി ഓടെ ഇറങ്ങിനാനുടൻ. കാരുണ്യവാരിധിയാണ് എന്ന് സദാസമയത്തും അദ്ദേഹം ഘോഷിക്കണു. എന്നിട്ടും നമ്മുടെ മനസ്സ് അലിയണില്ല. ഭഗവാൻ ഈ സ്തുതി കേട്ടതോടുകൂടി എന്ത് ചെയ്തു എന്നാണ് പറഞ്ഞത്? ചിരിച്ചുകൊണ്ട് ഉരകഫണത്തിൽ നിന്ന് പൊന്മണിച്ചിലമ്പോലിയോടെ ഇറങ്ങിനാനുടൻ. ഇതി ശ്രീകൃഷ്ണകഥാമൃതേ കലികൽമഷനാശനെ ലീലാഖാണ്ഡേ പഞ്ചാശസർഗഃ സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. അങ്ങനെ ആ നാഗസ്ത്രീകളുടെ, നാഗവധുക്കളുടെ അല്ലേ സ്തുതി എത്രത്തോളം നമ്മുടെ ഉള്ളിൽ തട്ടണു, അത്രത്തോളം നമ്മളുടെ വികാരങ്ങൾ അവസാനിച്ച് വിചാരങ്ങൾ വലുതാവും എന്നുള്ളത് ഉറപ്പാണ്. ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശസ്സുകൾ നിർലോഭമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം. നാളെ കാണാം.